സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യമായാണ് പുൽപ്പള്ളി ഈശോയുടെ സെക്കൻഡ് ഹാർട്ട് ചർച്ചിൽ ആംഗ്യ ഭാഷയിൽ ബലി അർപ്പണത്തിനായി ഒരുമിച്ച് കൂടിയിരിക്കുകയും ഏറെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ജോഷിയച്ചനും ഈ ദേവാലയത്തെ എല്ലാവർക്കും സ്നേഹത്തോടെ ദൈവസ്ഥലത്തിൽ നമുക്ക് നന്ദിയോടുകൂടി ബലിയർപ്പിക്കാം. ഈ ഇടവകയുടെ തിരുനാൾ ദിവസങ്ങളാണ്. അപ്പോൾ തിരുനാൾ ദിവസങ്ങളിൽ ദൈവം എല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാൻ ദൈവമേ ഇതെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇടവകയിൽ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാമെന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന നമുക്ക് സമർപ്പിക്കും. വയനാട് എപ്പാത്ത ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ ഭവനങ്ങളെയും അനുഗ്രഹത്താൽ സമർപ്പിച്ച് നമുക്ക് അതിലൂടെ തിരുനാമത്തിൽ ചേർന്നീല അനുരഞ്ജിതരായി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും ചേർന്നിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങ് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്ക് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സർവ്വത്തിന്റെ നാഥായ ദൈവം കർത്താവേ മമ രാജാവേ പാടും Why?
ഞങ്ങൾക്ക് ഇടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒഴിച്ചൊഴി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാവട്ടെ. ഇതുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥനായി നയിക്കും. സൗവാദിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയോടി നിന്നെ നമിച്ചുപുകഴ്ത്തുന്നു. മധ്യേ നിത്യമഹോന്നതം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമയുടെ ആത്മാവ് ഉത്തമരെ ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ഭക്തിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെ നാഥനായി നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സൗരമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന ആമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തികമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേക്കും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം.
അധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 16 വരെ. യോഹന്നാനേക്കാൾ കൂടുതൽ ആളുകളെ ഈശോ ശിഷ്യപ്പെടുത്തി സ്നാനം ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി ഈശോ അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാർ മാത്രമാണ് സ്നാനം നൽകിയത്. ഈശോ ആരെയും സ്നാനം നൽകിയിരുന്നില്ല. ഈശോ അവരോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈശോ ഒരു ദിവസം നടന്ന് എത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ വായിച്ചത്. സിക്ക എന്ന ഒരു പട്ടണത്തിലെത്തിയപ്പോൾ ഈശോ നടന്ന് അടുത്തപ്പോൾ ഈശോയ്ക്ക് ദാഹിച്ചു. ഈശോ കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടി വന്നു, വെള്ളം ഒരുപാടുണ്ട്. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ടൗണിൽ ഭക്ഷണം മേടിക്കുവാൻ പോയത്. അപ്പോൾ പക്ഷേ ഈശോയെ വന്നപ്പോൾ സ്ത്രീക്ക് ഈശോ ആരെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈശോയെ പറഞ്ഞു, വെള്ളം പോരാമോ? അപ്പോൾ ഈശോ യുവാണ്, എനിക്ക് വെള്ളം തരുന്നു. ഞാൻ ഔട്ട്സൈഡ് വീട്ടിലാണ്, എന്നോട് വെള്ളം ചോദിക്കും. അപ്പോൾ ഈശോ ഈ സ്ത്രീക്ക് കൂടുതൽ ദൈവ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മൾ വായിച്ചത്. ഓടിച്ചെന്നതിന് ശേഷം വില്ലേജിൽ എല്ലാവരും പറഞ്ഞു, ഈശോയെ രക്ഷകനെ ഞാൻ കണ്ടു. മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ വയനാട് ഗ്രൂപ്പിലെ ടഫായിട്ടുള്ള എല്ലാവരും നമ്മളിപ്പോൾ ആംഗ്യ ഭാഷയിൽ ബലിയർപ്പിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ അവയർനെസ് നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യും. നമുക്ക് സൺഡേ നമ്മൾ വിളിച്ചു കൊടുത്തും പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ഈ സ്ത്രീയെ പോലെ തന്നെ നമ്മൾ ഈശോയുടെ സുവിശേഷം സ്പ്രെഡ് ചെയ്യുന്ന രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുന്ന ആളുകളായി നമ്മൾ മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്നേഹം. നമുക്കിന്ന് ബലിയർപ്പണ സമയത്ത് ഈശോയെ സ്വയം മനസ്സിലാക്കുവാൻ, എൻ്റെ നന്മകളും തെറ്റുകളും അറിഞ്ഞ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തലച്ചുകൊണ്ട് ഈശോയുടെ മാപ്പ് ചോദിച്ച് നല്ല വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ബലി അർപ്പിക്കുവാൻ, മുമ്പോട്ടുള്ള ജീവിതം നന്മയുടെ ജീവിതമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞ അനുഭവിച്ച ഈശോയെ മറ്റ് ആളുകൾക്ക് പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് വിളിച്ചിരിക്കുക. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപ കറകൾ കഴുകുകയും പരിശുദ്ധാത്മാവായ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യ ജീവിതത്തിലേക്ക് ആനയിക്കുന്ന അങ്ങയുടെ അനന്ത കാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും ജോർദാനിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആവട്ടെ. തൻ്റെ ശരീര രക്തങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗ രാജ്യത്തിന് നമ്മെ അവകാശികളാക്കിയ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ കൂടുതലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും ഉപരിതരും എല്ലാ വിപത്തുകളിലും സംരക്ഷിതമായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച് കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണം ആവട്ടെ.
ഈ ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുന്നോട്ടിലോരെന്ന് അറിഞ്ഞുകൂടാ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ഞങ്ങൾ ഇന്ന് ഉൾപ്പെടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ബലി അർപ്പിക്കുവാൻ അവസരം നൽകിയതിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പുതുതായി ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ദോഷിയെ കുടുംബത്തിലേക്ക് സമർപ്പിക്കും, അങ്ങനെ സമർപ്പിക്കും. അങ്ങനെ അനുഗ്രഹം നൽകുന്നു. ഈ ദേവാലയത്തെ അച്ഛന് എല്ലാ ഈ അംഗങ്ങളെയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേസ് കാര്യങ്ങൾ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകും. പോലീസിന് എഫ്ഐആർ ഇവരെ സംബന്ധിച്ചുള്ള പോലീസ് എഫ്ഐആർ ഇതാക്കണം. പിന്നെ ഹോസ്പിറ്റൽ കേസാണെങ്കിൽ ഇവർ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ പോകുന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ വഴി ഡോക്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. കാരണം എവിടെ നിന്ന് വിളിച്ചാലും നമുക്കത് സാധാരണ വീഡിയോ കോൾ കാണിക്കും. പിന്നെ സ്കൂളുകളിൽ നമ്മൾ ഇവർക്ക് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കും, സ്കൂൾ കുട്ടികൾ കൗൺസിലിംഗ് കൊടുക്കും. ഇവർക്ക് തന്നെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവരുടെ പിള്ളേരോ അല്ലെങ്കിൽ പേരൻസോ നമ്മളെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർക്ക് വേണമെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് നമ്മുടെ സെൻ്ററിലേക്ക് അവർ വിളിക്കും. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. പിന്നെ ഇവർക്ക് മാരേജ് ഗൈഡൻസ് കോഴ്സുകളുണ്ട്, അങ്ങനെ റിട്രീറ്റുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വർഷമായി ഞാനിപ്പോൾ ഇത് 10 വർഷമായി എനിക്ക് ഇരുന്നത്. 2014 ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ബോംബെ അയ്യാവൂർ നാഷണൽ സ്കൂളുണ്ടായിരുന്നു. അവിടെ ബോംബെയിൽ പഠിച്ച് 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അവിടെ തന്നെ യൂണിവേഴ്സിറ്റി അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ഒരു 55 വർഷമായ ഗ്രൂപ്പുണ്ട്, ടഫ് ഗ്രൂപ്പുണ്ട്. അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. ധ്യാനങ്ങളൊക്കെ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ എല്ലാ ജില്ലയിലും പോകാറുണ്ടോ? നമുക്ക് ഓൾ ഇന്ത്യ ഇതിലാണ്. ഇത് ബത്തേരി നമ്മൾ എല്ലാ 4 സൺഡേയിലും ബത്തേരി വയനാട് റീജിയനാണ്. അപ്പോൾ ബത്തേരി കേന്ദ്രീകരിച്ച് ബത്തേരി പോകുമ്പോൾ ഡഫ് സ്കൂളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ അസംഷൻ ഡഫിലേക്ക് മാറി. പിന്നെ ഈ പുൽപ്പള്ളി ഏരിയയിൽ കൂടുതൽ ഡഫായിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ജോഷിയത്തോട് യൂണിവേഴ്സിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ആളുകൾക്ക് വരാനുള്ള ആളുകളെ കണ്ടെത്താനായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയും തുടർന്നും ഇവിടെ ഇങ്ങനെ മാറി മാറി വരും. ഓരോ ഏരിയയിലുള്ളവരെ കൂട്ടാനായിട്ട് ഈ വയനാട്ടിൻ്റെ മാനന്തവാടി ഭാഗമായിട്ടാണ്. മാനന്തവാടി സെൻട്രൈസ് ചെയ്തുകൊണ്ടാണ് ഈ വയനാട് യൂണിവേഴ്സിറ്റി. ഇപ്പം ഈ ദേവാലയം അല്ലാണ്ട് പബ്ലിക് ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഇതേപോലെ സഹായങ്ങൾ ചെയ്തു. നമ്മൾ അങ്ങനെ ചെയ്യുന്ന അപ്പാക്കി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അതായത് ഇവരുടെ പിന്നെ ഡഫായിട്ടുള്ള ആളുകളുടെ പേരൻസിൻ്റെ സംഘടനയാണ് അപ്പാക്കി. ഈ അപ്പാക്കി എന്ന സംഘടന ഇവർക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഇവർ അതാണ് തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ഈ സംഘടനയാണ് നമ്മുടെ ക്ലാസ്സുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഇവർക്ക് ഫാമിലി ഡെവലപ്മെൻറ്റ് ഇതിനകത്തുള്ള അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് അങ്ങനെ പാസ്സാകുന്നു. എക്കണോമിക്കലായിട്ട് എങ്ങനെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ചിലവുകൾ എങ്ങനെ ആകുന്നുണ്ട്, അങ്ങനത്തെ പല ടോപ്പിക്കുകൾ അവർ പറയുന്ന ടോപ്പിക്ക് ഏതാണോ ഇവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനനുസരിച്ചാണ് അവർ ടോപ്പിക്ക് പറയുന്നത്. ആ ടോപ്പിക്ക് പറയുന്നതനുസരിച്ച് നമ്മൾ അങ്ങനെ എല്ലാ ജില്ലാ ബേസിൽ ഇവർക്ക് സംഘടനയുണ്ട്. ഇവരുടെ പേരൻസിൻ്റെ അസോസിയേഷനാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ആ സമയത്താണ് അത് ക്ലാസ്. പ്രചരണം മുതലായിട്ടുള്ള ഏകദേശം കേരളത്തിൽ എത്ര ആളുകളില്ല? നല്ല നമ്പറുണ്ട്. വയനാട്ടിൽ തന്നെ ഏകദേശം അങ്ങനെ ഒരു കണക്ക് അങ്ങനത്തെ കണക്ക് നമുക്കില്ല. പക്ഷേ നല്ല നമ്പർ ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ആളുകളുണ്ട്. അത് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതനുസരിച്ചാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എന്ത് വന്നാലും ഇവരെ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരുണ്ടാവും. അല്ല, നമ്മൾ പുതിയ വർഷത്തിൽ ആദ്യമായിട്ടല്ലേ വന്ന ജാനുവരിയിൽ. അപ്പോൾ പുതിയ വർഷത്തിൻ്റെ സന്തോഷം ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ കേൾക്കുന്നു. ഒരു മാസം കഴിയുന്നതിനും ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിലെ ഇപ്പോൾ പാലയാണ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കേക്ക് വന്നു. കേക്ക് വയ്ക്കുന്ന അച്ഛൻ്റെ പേര് ജോഷി. കേക്കത്തില്ലാത്തതുകൊണ്ട് കൈയടിക്കുന്നത് ഇങ്ങനെയാണ്. ഒച്ച വേണ്ടല്ലോ അല്ലേ? ഒച്ച വേണ്ട.
വന്നപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ പലരും മൂകരുമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൈത്താങ്ങായിട്ട് അച്ഛനെ എന്നും കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു അംഗീകാരത്തിന് വയനാട്ടിലേക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും അതിൻ്റെ അത്രയായിട്ട് വലിയ ഒരു പരിപാടിയൊന്നുമില്ല, ലളിതമായിട്ടാണ് ഫാദർ നമ്മളെ ആദരവ് കൈമാറാൻ ക്ഷണിക്കുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഇവിടെ സന്തോഷപൂർവ്വമായിരിക്കുകയാണ്. നമ്മുടെ പ്രിയ സിസ്റ്റർ നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷം ഈ അവസരത്തിൽ നമ്മുടെ വയനാട് സിറ്റി ക്ലബ്ബ് നമ്മുടെ അച്ഛനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരെയും ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പൂ കൊടുക്കാനായിട്ടാണ് എന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇനിയും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റി ക്ലബിൻ്റെയും പ്രവർത്തനങ്ങൾ കൂടുതൽ മനോഹരമായി തീരട്ടെ. അവരുടെ ഭാരവാഹികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവരുടെ പേരിൽ ഞാൻ ഈ പൂക്കൾ കൊടുത്ത് ഈ റോസാപ്പൂക്കൾ കൊടുത്തുകൊണ്ട് ആദരവ് സമർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഈ വയനാട് എൻ്റെ മനോഹരമായ പുൽപ്പള്ളിയിൽ ഇവിടെ എത്തി ആംഗ്യ ഭാഷയിൽ ബലിയർപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ ബദിര കൂട്ടായ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ പരിശ്രമിക്കുന്നതാണ്. ഇന്നാണ് ദൈവം ഒരു അവസരം നൽകിയത് ജോഷിയസിലൂടെ. അതോടൊപ്പം തന്നെ ഈ പാലിഷിലെ എല്ലാ അംഗങ്ങൾ, മെമ്പേഴ്സ്, ട്രസ്റ്റിമാർ എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ വയനാട് ബദിര എഫാത്ത ഗ്രൂപ്പിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം വയനാട് സിറ്റി ക്ലബ്ബുകാരെ ഞങ്ങളെ സ്നേഹത്തോടു കൂടി ഇവിടെ വന്നു ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങൾക്ക് സപ്പോർട്ടും പ്രോത്സാഹനവും നൽകി. അതെല്ലാം ആ ക്ലബ്ബിലെ മെമ്പേഴ്സിനും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം മീഡിയ വന്നു ഇത് കവർ ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും നിങ്ങൾ കാണിച്ച ഇൻട്രസ്റ്റിനും മീഡിയയിലെ എല്ലാവർക്കും, ന്യൂസ് പേപ്പറിലെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു.